ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 40 ഡേ സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇന്ന് ഡേ 23 കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കി വന്നിരുന്നത് ജോഗ്രഫിയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ബാക്കി ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടൈം ടേബിൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഉത്തരപർവ്വത മേഖലയും അതേപോലെ തന്നെ നദികളുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് ഈ രണ്ട് മേഖലയിൽ നിന്നാണ്. അപ്പോൾ അത് നന്നായി പഠിക്കേണ്ട മേഖലയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തര മഹാസമതലമാണ്. അപ്പൊ ഈ ഉത്തര മഹാസമതലം കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമി, പിന്നെ സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പൊ ഈ അടുത്ത് നടന്ന എക്സാംസിലൊക്കെ ഭയങ്കര ഹോട്ട് ടോപ്പിക് ആയിട്ട് നിൽക്കുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പൊ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നോക്കണം. അതുകൂടാണ്ട് ബാക്കി എല്ലാ പോർഷൻസും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരും ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള PYQ ചെയ്യാം. പിന്നെ കറന്റ് അഫയേഴ്സ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫെബ്രുവരി 2023 അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് 2024 നടന്ന എക്സാം. 22/2024 ഹൗസിംഗ് കോർപ്പറേഷന്റെ കീഴിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 വേണ്ടി നടന്ന NCA വിജ്ഞാനത്തിന്റെ എക്സാം പേപ്പറാണ്. അപ്പോൾ അതെല്ലാവരും നന്നായി നോക്കുക. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2021 നടന്ന പ്രിലിമിനറി രണ്ടാം ഘട്ടത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്ത് നോക്കുക ആൻഡ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസമുള്ള എല്ലാവരും നന്നായി പഠിക്കുക. ഹാവ് എ നൈസ് ഡേ.